ഗാസയിൽ വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ തള്ളിയതിന് പിന്നാലെ ടെല്ലവീവിൽ ഞായറാഴ്ച ഉണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തവും ഹമാസ് ഏറ്റെടുത്തു. ഭീകരാക്രമണമായിരുന്നു അതെന്ന് ഇസ്രായേലി പോലീസും ഷിൻബേത്ത് രഹസ്യാന്വേഷണ ഏജൻസിയും പറഞ്ഞതിന് പിന്നാലെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹമാസ് രംഗത്തെത്തിയത്. സ്ഫോടനത്തിൽ ആളപായമില്ലെങ്കിലും വൻ നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതിശക്തമായ സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത്. ഒപ്പം ആക്രമണം നടത്തിയ ആൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖാസം ബ്രിഗേഡ് താക്കീത് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ കൈയടക്കിയ പലസ്തീൻ ഭൂമികളിൽ ഇനിയും ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ രക്തസാക്ഷികൾ ഒരുക്കമാണെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. വെടിനിർത്തലിന് ഉന്നയിച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇഷ്ടത്തിനും ആവശ്യത്തിനും മാത്രം ഉപകരിക്കുന്നതാണെന്ന് ഹമാസ് നേരത്തെ വിമർശിച്ചിരുന്നു. സ്ഥിരമായ വെടിനിർത്തൽ നടപ്പാക്കി ഇസ്രായേലി സേനയെ ഗാസയിൽ നിന്ന് പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു എപ്പോഴും തള്ളുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. നെറ്റ്സരിം ഇടനാഴി, റാഫ അതിർത്തി ഇവയൊക്കെ ഇസ്രായേലി നിയന്ത്രണത്തിൽ തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യവസ്ഥയെന്നും ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു. ഒപ്പം ബന്ദികളെയും തടവുകാരെയും കൈമാറുന്നതിനുള്ള പുതിയ വ്യവസ്ഥകളും ഹമാസ് തള്ളിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഉന്നയിച്ച നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ജൂലൈ 2 ഹമാസ് അത് സ്ഥിരീകരിച്ചതുമാണ്. പുതിയ ചർച്ചകൾ ദോഹയിൽ നടക്കുന്നതിനിടയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെല്ലവീവിൽ നെതന്യാഹുവുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ വരും ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ല. ഗാസയിലെ സിവിലിയൻ മരണങ്ങൾ 40,000 കടന്നുവെങ്കിലും ഇസ്രായേലി സേന നിർബാധം സിവിലിയൻ മേഖലകളിലും ആക്രമണം തുടരുകയാണെന്നും ഇത് നിർത്താതെ ചർച്ചയ്ക്ക് ഇല്ലെന്നുമാണ് ഹമാസിന്റെ നിലപാട്.